സ്വന്തം ഉമ്മാനോടൊരു തമാശ പറയാൻ പോലും മക്കൾക്ക് മടിയാ. എല്ലാ മക്കളും അത്തരക്കാരെന്ന് ഞാൻ പറയുന്നില്ല. ഒരുപാട് നല്ല മക്കളുണ്ട്. വാപ്പന്റെ ഇമ്മന്റെയും ബർക്കത്ത് കിട്ടി അവരുടെ ഏറ്റവും നല്ല വാക്കോടുകൂടി ഈ ദുനിയാവെന്ന് മക്കളാൽ സന്തോഷിച്ച് പടച്ചോന്റെ അടുത്തേക്ക് മടങ്ങിയവര്. പക്ഷേ ഇന്ന് പല മഹല്ലുകളിലും കാണാറുള്ളത് എന്താന്ന് ചോദിച്ചാ, ആദ്യം വാപ്പ അങ്ങ് മരിക്കും. അങ്ങനെയാണല്ലോ, എനിക്ക് 40 വയസ്സായി, എന്റെ ഭാര്യക്ക് 32 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഒരുപക്ഷെ പടച്ചോൻ തീരുമാനിക്കുന്നത് പ്രായത്തിന്റെ അളവിനനുസരിച്ചാണ്. ഞാൻ മരിച്ചിട്ട് കുറച്ച് കാലം കഴിഞ്ഞിട്ടേ ചിലപ്പോഴും മരിക്കുണ്ടാവും. അള്ളാന്റെ കഥ എങ്ങനെയാണെന്ന് അറിയൂല. പക്ഷെ എനിക്കിപ്പോഴും ഉള്ള ഒരു സങ്കടം, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ ഭാര്യനെ ഒറ്റപ്പെടുത്തല്ലേ എന്റെ മക്കള് എന്നാ. കാരണം ദുനിയാവിൽ ഒരു പടച്ചോൻ തരുന്നതിൽ ഒരു വലിയ പരീക്ഷണം ഏകാന്തതയാ, ഒറ്റക്കുള്ള ജീവിതമാ. അതുവരെ കൂടെ ഉണ്ടായിരുന്ന പലരും കൂടെ ഇല്ലാതാകുമ്പോ അനുഭവിക്കുന്ന വേദനയും സങ്കടങ്ങളുമാ. അത് നമ്മളെ മാതാപിതാക്കൾക്ക് നമ്മളെ വീട്ടിൽ നമ്മളെ പെരുമാറ്റം കൊണ്ട് ആ ഏകാന്തതയും സങ്കടവും അവരനുഭവിക്കുന്നുണ്ടെങ്കിൽ, നമ്മളെ ഓർക്കുമ്പം നെഞ്ചിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഒരു പെടച്ചിൽ ആ മാതാക്കൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, മക്കളെ, ആ മാതാപിതാക്കളുടെ നാവിന്റെയും അവരുടെ പ്രാർത്ഥനയുടെയും ഫലമായി നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ വമ്പിച്ച ശിക്ഷ നമുക്ക് അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് ആ മാതാവിന്റെ സ്വർഗം, മാതാവിന്റെ കാലടിയിലുള്ള സ്വർഗം അത് കണ്ടെത്താനും അവരെ തിരിച്ചറിഞ്ഞ് സ്നേഹിക്കാനുമാ.